ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വ്ലോഗായിട്ടാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ചിക്കൻ പാസ്ത റെഡിയാക്കി എടുത്താലോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ നമ്മുടെ മക്കളുടെ ലഞ്ച് ബോക്സിലും വെച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ആ വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത അതിലോട്ട് തട്ടി കൊടുക്കാം. ഞാനങ്ങനെ വലിയ കുക്കൊന്നും അല്ല, ഞാനിതുപോലെ വീഡിയോസ് കണ്ട് ഉണ്ടാക്കി നോക്കി സക്സസ് ആവുന്ന ഐറ്റംസ് ആണ് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അളവോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു ഐറ്റം ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഫെയിൽ ആയിരുന്നെങ്കിലും അടുത്ത 2 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ സക്സസ് ആയിരുന്നു. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ റെസിപ്പി നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് എണ്ണ കൂടെ ഒഴിക്കുന്നുണ്ട്. അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാനാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ചിക്കനും കൂടെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് വെജിറ്റബിൾസും ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു ക്രീം റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ചില വീഡിയോസൊക്കെ കണ്ടതിൽ മൈദയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ഗോതമ്പ് തന്നെ എടുത്ത് കുറച്ച് ഹെൽത്തി ആയിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പാലും കൂടെ ഒഴിച്ച് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്തോട്ട് വയ്ക്കുകയാണ്. ആ പാനിലോട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിനി അതിലോട്ട് കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ ചിക്കൻ പൊരിച്ച ചട്ടിയിൽ തന്നെയാണ് കുറച്ച് ഉള്ളിയും കൂടെ വഴറ്റി നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടത് കോൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ പാസ്ത ആയതുകൊണ്ട് തന്നെ കോൺ ഇതിലോട്ട് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഞങ്ങൾക്കിവിടെ കോൺ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിൽ കോണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ പാസ്ത ആണെങ്കിൽ നമുക്ക് ഇതിലോട്ട് കോണും ക്യാപ്സിക്കും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കോൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിലോട്ട് ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രീമും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ മെയിൻ ഐറ്റമായ പാസ്തയും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇവിടെ പാസ്ത റെഡിയാക്കി എടുത്തിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.